ഹലോ, ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഡെയിലി വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ച്. കുറേ നാളായിട്ട് ഡെയിലി വ്ളോഗൊന്നും ഇടാറില്ല. ഏതൊക്കെ വീഡിയോസ് ഇടും അത്ര മാത്രമേ ഉള്ളൂ. അപ്പം ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും വീട്ടിലുണ്ട്. അപ്പം നമ്മളെ ഒരു ഡേ ഇപ്പം എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാൻ എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് കുറേ കണ്ടിട്ടുണ്ടേനെ. അപ്പം ഞാൻ ഇപ്പോൾ എഴുന്നേറ്റ് വന്നിട്ടുള്ളൂ. സമയം 10 മണിയായി, എഴുന്നേറ്റ് വന്നിട്ടേ ഉള്ളൂ. എഴുന്നേൽക്കുന്ന ടൈം ഇങ്ങനെ തന്നെയാണ്. പിന്നെ പെരുന്നാളെല്ലാം കഴിഞ്ഞ്, പെരുന്നാൾ റംസ്കാൻ്റെ വീട്ടിലേനു. നമ്മൾ തക്ബീറെല്ലാം ചൊല്ലിയ സമയത്ത് രാത്രിക്ക് അങ്ങോട്ടേക്ക് പോയി. പെരുന്നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഇന്നലെ രാത്രിയാണ് വന്നത്. വരുമ്പോൾ ഒരു ലോഡ് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഞാൻ മുമ്പൊരു വീഡിയോയിലത് കാണിച്ചിട്ടുണ്ട്. നമ്മൾ പെൺപിള്ളേർ സ്വന്തം വീട്ടിൽ പോയാൽ കൊണ്ടുവരുന്ന പോലെ ഞാൻ റമീസ്ഖാൻ്റെ വീട്ടിൽ പോയാൽ കൊണ്ടുവരിക. അപ്പോൾ ചക്കയുണ്ട്, മാങ്ങയുണ്ട്, അങ്ങനെ അത് ഞാൻ ഇതിൻ്റെ അത് കാണിച്ചു തരാം കേട്ടോ. ഞാൻ ചെറിയ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് വന്നപ്പോൾ. അപ്പം ഇന്ന് ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം എടുക്കണം എന്ന് വിചാരിക്കുന്നു. മക്കൾ എത്രത്തോളം കോപ്പറേറ്റ് ചെയ്യുമെന്ന് അറിയില്ല, അതുപോലെ എടുക്കണം. അത് വാച്ചിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അവരെല്ലാം നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്. ഇനി ചായ ഉണ്ടാക്കണം. പിന്നെ റംസ്ക കുട്ടികളടുത്താണ് ഉള്ളത്. അവരെ കുളിപ്പിക്കുക, അവരെ കാര്യങ്ങൾ ചെയ്യണം, എൻ്റെ കുളി നടത്തണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം ഇനി ബാക്കി ഞാൻ ഇൻട്രോ ഒന്ന് ജസ്റ്റ് എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടാ. ഇനി ബാക്കി എൻ്റെ ജോലിയിലോട്ടേക്ക് കിടക്കട്ടെ. എന്തോ വരുന്നു. അപ്പോൾ ഒന്നുകൂടെ നമ്മുടെ ടിപ്സ് ഓഫ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ കുഞ്ഞുങ്ങളെ തൊട്ടിലൊക്കെ എടുത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അതാണ് ഇത്. പിന്നെ ഇത് ചക്ക, മാങ്ങ, കറിവേപ്പില, പേരയ്ക്ക, അതുപോലെ തന്നെ തൈര്, മോര്. ഇപ്രാവശ്യമാണെങ്കിൽ എനിക്ക് അരി വേണമെന്ന് പറഞ്ഞുകൊണ്ട് റേഷൻ അരി പോലും ഉമ്മെടുത്ത് തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് അതിൻ്റെ ചോറാണ് കൂടുതൽ ഇഷ്ടം മറ്റുള്ള അരികളെക്കാൾ. പിന്നെ ഇത് കാണുന്നത് ലാമിയുടെ ഞങ്ങളുടെ മിലോയുടെ കൂടാണ്. അവനെയും കൊണ്ടാണ് പോയത്. കാരണം വെച്ചാൽ 2 ദിവസത്തേക്ക് പോകുന്നത് അതിൻ്റെ പട്ടിണിയായി പോകുമല്ലോ, വീട്ടിൽ കാക്കയില്ലാത്തതുകൊണ്ടേ. പിന്നെ ചെടി തന്നിട്ട്, ചെടിയും ചെടിച്ചട്ടിയൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നാളെ കുഴിച്ചിടണമെന്ന്. നല്ല ഭംഗിയുള്ള ചെടികളാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. അതൊക്കെ എന്തൊക്കെയാണ് തന്നേന്ന് എനിക്കറിയില്ല, നോക്കണം അത്. അപ്പം ഇത് ഉമ്മമാൻ്റെ മാവിലെ മാങ്ങയാട്ടാ. ഒരുപാടുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് മാത്രമേ പറിച്ചിട്ടുള്ളൂ. കാരണം പഴുക്കാൻ നേരത്ത് കഴിച്ചു നോക്കണമെന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ സത്യത്തിൽ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് എടുത്തു വെച്ചാട്ടോ. ഇങ്ങനെ തന്നെയാണോ നിങ്ങളെല്ലാം വീട്ടിൽ പോയി വരുന്ന സമയത്ത്? അത് ശരിയാണല്ലോ. രാവിലെ തന്നെ അന്താരാഷ്ട്ര പ്രശ്നം. അതുകൊണ്ട് ഞാൻ അടുക്കള പണി കിട്ടി. എല്ലാം ഉമ്മച്ചി മീൻ. ഹായ് പറഞ്ഞേ. നീ ഹായ് പറ, സാരമില്ല, കുഴപ്പമില്ല. അതിനെ കണ്ണ് പൊത്തി പിടിക്കുന്ന ഹസ്ബു. ഞാൻ പിടിച്ച് തല്ലിയാലോ? ചായ വേണ്ട ഹസ്ബുന്? ചായ വേണോ? ഇവിടെ ചായ ഉണ്ടാക്കുന്നില്ല, നമുക്കെല്ലാം നോമ്പാ. ചായ ഉണ്ടാക്കട്ടെ മച്ചി. അടുക്കളയിൽ ഫുൾ അലങ്കോലമായി കിടപ്പുണ്ട്. ഇനി ഇതെല്ലാം നീറ്റാക്കൽ എൻ്റെ ഡ്യൂട്ടിയാണ്. റമീസ്ക ഇത്ര നാൾ കാര്യങ്ങളെല്ലാം നോക്കി. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ ഞാൻ ക്ലീൻ ആക്കണം. ഇത് ഇന്നലെ രാത്രി വന്നിട്ട് മിലോക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുത്ത പാത്രം കേട്ടോ. റമീസ്ക ഏത് സമയത്ത് വന്നു കഴിഞ്ഞാലും മിലോൻ്റെ കാര്യം നോക്കിയിട്ടേ ഉള്ളൂ. അത് വെള്ളം, ജ്യൂസല്ല. അത് തരൂല. നീ ബ്രഷ് ചെയ്താ? പിന്നെ അത് ഞാൻ എല്ലാവരോടും പറയട്ടെ. വേഗം പോയി ബ്രഷ് ചെയ്തിട്ടോ കേട്ടോ. ഗ്യാസിന് ക്ഷാമം വന്നപ്പോൾ തൊട്ടിട്ട് ഞാൻ കണ്ടുപിടിച്ചൊരു വഴിയാട്ടോ ഇത്. ഗ്യാസ് കുറച്ച് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കെറ്റിലിനകത്ത് വെള്ളം വെച്ച് തിളപ്പിക്കും. അയ്യോ കറണ്ടില്ലേ? ഉണ്ട്. വെള്ളം വെച്ച് തിളപ്പിക്കും, എന്നിട്ട് അത് വെച്ചിട്ട് ഗ്യാസിൽ ചായ ഉണ്ടാക്കും. അതാകുമ്പോൾ അത്രയല്ലേ ഗ്യാസ് ഉപയോഗിക്കുള്ളൂ. പിന്നെ ഈ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേസ്റ്റൊന്നുമില്ല കേട്ടോ. ഈ നമ്മളെ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുന്ന പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വെക്കുന്നതാകും. പിന്നെ കാർഡ്ബോർഡ് പോലുള്ള ഐറ്റംസ് കത്തിക്കാനുള്ളത് അങ്ങനെയൊക്കെ എടുത്ത് വെക്കുന്ന. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങൾ. ഇത് വാഷ് ചെയ്യാനുള്ള തുണി, കുഞ്ഞുങ്ങളെ തുണിയൊക്കെ ഉണ്ട്, എല്ലാം വാഷ് ചെയ്യാനാക്കണം. ഞാൻ നമ്മളെ ഉരുക്കൊളിച്ചിലുണ്ടാക്കുന്ന വീഡിയോ ഇട്ട സമയത്ത് എല്ലാവരും ചോദിക്കുന്നതിന് വീട്ടിൽ ഉമ്മയില്ലേ ഹെൽപ്പ് ചെയ്യാൻ, എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, എനിക്ക്
ചില കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്താലേ വൃത്തിയാവുള്ളൂ. ഞാൻ ഉമ്മയോ റമീസ്ക്കോ കുട്ടികളോ എന്തെങ്കിലും വാരി വലിച്ചിട്ട് കഴിഞ്ഞാൽ അവരെല്ലാം ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും കാണുന്നില്ല ഞാൻ അവരോട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും. അവിടെ അവരും പറയും ഉമ്മ തന്നെ എടുത്ത് വെച്ചെന്ന് പറയും അച്ചി. അപ്പം ക്ലീൻ ചെയ്യൽ ഇങ്ങനെ ഒതുക്കി വെക്കൽ എൻ്റെ പണിയാണ്. അതെനിക്ക് കുറച്ചും കൂടി എനിക്കിഷ്ടം അങ്ങനെയാണ്. അപ്പോൾ അത് ചെയ്യാൻ ബാക്കിയുണ്ട്. അതുകൊണ്ട് ഇവരങ്ങനെ ഒതുക്കി വെക്കാൻ വേണ്ടി നിൽക്കുമല്ലോ എൻ്റെ ഇത് കേൾക്കണ്ടെന്ന് വെച്ചിട്ട്. പിന്നെ ഞാൻ അങ്ങനെ അടുക്കള ഡ്യൂട്ടി ചെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല. അത്യാവശ്യം കുറച്ച് കിച്ചണിലെ കാര്യങ്ങൾ മാത്രം ചെയ്യും. ഇപ്പം ഇന്നത്തേക്കൊരു 38 days ആയി. അപ്പം കിച്ചണിലെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി ഞാൻ പെട്ടെന്ന് ചായ ഉണ്ടാക്കി നമ്മളൊന്ന് ചായ കുടിക്കട്ടെ. എന്ത് ഞങ്ങളവിടെ പോയിട്ട് ഫോട്ടോ അയച്ചു തന്നാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഗാലറി അല്ല വാട്സപ്പിൽ സ്റ്റോറേജ് ഫുള്ള് ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ GB 1.2 GB അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള വാട്സപ്പിൽ നിങ്ങളത് 2.5 GB. ഞാനത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഒരു 19 ഫോട്ടോ എന്നറിയാമോ ബേക്കറിയിലെ ആ ഇതിങ്ങനെ അയച്ചിരുത്തില്ലേ. സന്തോഷേട്ടൻ്റെ ഉണ്ട് അപ്സരയിലും ഉണ്ട്. അതാ മുഴുവൻ ഉണ്ടായത്. ഞാൻ ഡിലീറ്റ് ആക്കി കൂടുതലും അതാ. ഞാൻ ദാരിദ്ര നിങ്ങളെ കൂടെ ഫോക്കസ് ചെയ്ത് കാണിക്കട്ടെ. ദാരിദ്ര്യം അതാ അതിൻ്റെ മേലെ ഫ്രിഡ്ജിൻ്റെ മേലെ അതാ ഫ്രിഡ്ജിൻ്റെ മേലെ. എന്നാൽ എൻ്റെ കുട്ടി ഇത് ഉപയോഗിക്കാന്നുള്ളൊരു തീരുമാനത്തിലെത്തിയില്ലേ. പാപ്പെടുത്തല്ലേ ശരിയങ്ങ് പോ അസ്ബോ. നീ ഇങ്ങോട്ടൊരു ഹായ് പോലും പറയുന്നില്ല കേട്ടാ. ആ വേണ്ട അത് കാണിക്കണം എന്നില്ല. ദാരിദ്ര്യം കാണിച്ചാൽ അത് നിങ്ങളത് ഉത്തരവാദിത്വം ഇല്ലാത്ത ഗൃഹനാഥൻ. എന്ത് വാപ്പയല്ലേ അസ്ബു? നല്ലത് മതി പറ. നല്ലത് മതി പറ. മലയാളിടാ അതിനകത്തുണ്ട്. അതിന് അസ്ബു എടുത്തരുമെന്ന് ചോദിച്ചിട്ടുള്ളൂ. എൻ്റെ വെള്ളം തിളച്ചിട്ടുണ്ട്. ഞാൻ ചായ ഉണ്ടാക്കട്ടെ. കറണ്ട് ബില്ല് കൂടും എന്ന് പറയും ഇങ്ങനെ നമ്മൾ കറണ്ടിൽ ഉപയോഗിക്കുന്ന സമയത്ത്. പക്ഷേ കറണ്ട് ബില്ല് കൂടിയാലും ബില്ലടച്ചാൽ മതിയല്ലോ. ഗ്യാസ് കിട്ടാത്ത അവസ്ഥയാണെങ്കിൽ എന്താ ചെയ്യുക? ചായ ഇത്രയും വെക്കുന്ന കണ്ടിട്ടൊന്നും വിചാരിക്കണ്ട. എനിക്ക് നല്ലോണം ചായ വേണം. പിന്നെ ബാക്കിയുള്ളവർക്കും ചായ വേണമല്ലോ. അതുകൊണ്ട് കേട്ടാ ഉമ്മാൻ്റെ നല്ല അടിപൊളി പാല് കിട്ടിയിട്ടുണ്ട്. ഉമ്മാൻ്റെ പാലിൽ ചായ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കണ്ടില്ലേ ഇതിനകത്ത് ഇപ്പോൾ റമീസ്ക്ക് പൊതുവെ കട്ടൻ ചായ മാത്രം കുടിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇപ്പം ഈ ഒരു ചായയും കൊണ്ട് പാലും കൊണ്ട് ചായ കുടിക്കുന്നുണ്ട്. കറി വെക്കാനുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ട് അച്ഛനെ കൊണ്ട് പുറത്ത് വെപ്പിച്ചിട്ടുണ്ട് ഐസ് മാറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോട്ടെ. അതുകൊണ്ടാണ് വേഗം ചായ തിളച്ചില്ലേ. എന്ന് വെച്ചാൽ ഗ്യാസ് കുറച്ചല്ലേ യൂസ് ചെയ്യുള്ളൂ. എന്താണോ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ട് ഈ മറ്റേ ചെമ്പരത്തിൻ്റെ ഇലയ്ക്ക് വേണ്ടി നമ്മൾ താളി ഉണ്ടാക്കൂലേ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും തരുമൊക്കെ ചെയ്യും. പക്ഷെ ഇങ്ങനെ പോയി ചോദിച്ചിട്ട് വാങ്ങിയിട്ടേ ചെയ്യില്ല. അങ്ങനെ ഞാൻ ഉമ്മയാണോ എന്നറിയില്ല ഒരു കൊമ്പ് കൊണ്ടെന്ന് ചോദിച്ചിട്ടതാ. ഇത് എനിക്കിഷ്ടം പോലെയായി. എന്തിനാ എന്തിനാ ഹസ്ബനെ കളിയാക്കിയിട്ട് പോവാനാ? നിങ്ങളുടെ സ്വഭാവം വെച്ചിട്ട് അതിന് തന്നെയായിരിക്കും. കൊണ്ടുപോയിക്കോ. കുട്ടീനെ കൂട്ടാണ്ട് പോയല്ലേ.
അസ്ബുവിന് എന്താ കൂട്ടാത്ത? ഇങ്ങോട്ട് നോക്ക്. വാപ്പ എന്തുകൊണ്ട് കൂട്ടാത്ത അസ്ബുവിനെ? അസ്ബു കഴിഞ്ഞ ദിവസം ബൈക്കുമ്പോൾ പോകുമ്പോൾ എന്താ ചെയ്തേ? തിരിച്ചാ? എന്നിട്ടെന്നാ പറ്റിയേ? ആലിൻ്റെ കാല് റോട്ടുമ്പോൾ തട്ടിയാ? ഇവിടെ നിൽക്ക്. ആലിൻ്റെ കാല് റോട്ടുമ്പോൾ തട്ടിയാ? എല്ലാവരും വീഴാൻ പോയാ? അയ്യോ, നമ്മൾ കയ്യുമാമൻ്റെ വീട്ടിൽ നിന്ന് ചെടി കൊണ്ടുവന്നിനല്ലേ? അതിങ്ങ് എടുത്ത് കാണിച്ചു കൊടുക്കാമല്ലോ നമുക്ക്. ആഹാ, സൂപ്പർ ചെടിയല്ലേ. നമുക്ക് ഇവിടെ കുഴിച്ചിരുന്ന പണ്ട് നമ്മൾ കല്യാണ വീട്ടിൽ വണ്ടിയിലില്ലേ അസ്ബു, ഇതുപോലത്തെ ലീഫ് വെക്കുവേനു വണ്ടിയിൽ ഭംഗിക്ക് ഡെക്കറേഷൻ ചെയ്തിട്ട്. ഇത് കാണിച്ചേ, എന്തൊക്കെ ചെടിയാണ് വെച്ചത് നമുക്ക് കണ്ടിട്ടില്ല. നോക്കട്ടെ. 10 മണിയുണ്ട്, എന്തൊക്കെയോ ഉണ്ട്. നമുക്ക് കുഴിച്ചിടണം കേട്ടോ. നമുക്ക് ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് ട്ടാ. അസ്ബു കൂടും ഉമ്മാൻ്റെ കൂടെ. എങ്ങനെ ചെരുപ്പിട്ടിട്ട് ഇറങ്ങണേ? ഇതെവിടെ ഇതാ ചെരുപ്പ്? ആ, ആലീനോടൊന്ന് ചായ നോക്കണേന്ന് പറഞ്ഞേ. ചെരുപ്പ് അങ്ങനെ ഇടുക? ആലി കേട്ടില്ല, പറ ഒന്നുകൂടെ. എവിടെയോ പോന്ന്? റോസാപ്പൂ പറിക്കാനാ? ഏതാ റോസാപ്പൂ? വാവ്, അത് റോസാപ്പൂവാ? ആ ആ, ഒന്ന് പറിച്ചാൽ മതി. വാച്ചിക്ക് വേണ്ട, ഉമ്മച്ചിക്ക് മാത്രം. വാപ്പച്ചി കൂട്ടാണ്ട് പോയിട്ടില്ലേ? പിന്നെ എന്തിനാ കൊടുക്കുന്നത്? ആ, നില കൊടു. അതെയാ? കല്ലുമ്മക്കായി പോന്ന? കല്ലുമ്മക്കായി പോകുന്നുണ്ട്. കല്ലുമ്മക്കായി. ആച്ചി കല്ലുമ്മക്കായ്ക്ക് എത്ര പൈസ വെച്ചിട്ട് മോളെ? അവള് പോയിക്കോട്ടെ. റോഡിൽ ഇറങ്ങല്ലേ അസ്ബു? ഞാൻ കല്ലുമ്മക്കായ് വാങ്ങട്ടെ, രാത്രിക്ക് ഭക്ഷണം ഉണ്ടാക്കാമല്ലോ. അച്ഛൻ കുട്ടി കരയുന്നത് ശ്രദ്ധിക്കണേ. ഇതെത്രേൻ്റെയാ? ഒന്നൊക്കെ തുറന്നു കാണിച്ചിരുവാ. ഇതിനെ വലുതൊന്ന് കാണിച്ചു. ചെറുത് തീരെ ചെറുതല്ലേ? നിറക്കാൻ വേണ്ടിട്ടാ. വളർത്തുന്നയാ? ഇത് തന്നെ എന്നാല് 200. 1 കിലോന്ന്. ആ, അന്ന് മതി. നമ്മളത്രേ ഉള്ളൂ. ആച്ചിക്ക് കല്ലുമ്മക്കായ് ഇഷ്ടമുണ്ടോ? എനിക്ക് കല്ലുമ്മക്കായ് ഇഷ്ടാ. ചെരുപ്പ് അലങ്കോല ഇട്ടെന്നൊന്നും വിചാരിക്കണ്ട. സ്റ്റാൻഡ് ഉണ്ട് ഇവിടെ, പക്ഷെ അതിൻ്റെ അകത്ത് ചെരുപ്പ് ഉണ്ടാവില്ല. അല്ല അസ്ബു? ചായ ഓഫാക്കിയിട്ടാണ് പോയത്. ഒരാൾ ഇതിവിടെ കിടന്നിട്ടുണ്ട്, മറ്റേ ആൾ റൂമിൽ നിന്ന് കരയുന്നുണ്ട്. ചെന്ന് നോക്കട്ടെ. എന്താ വാവേ? എൻ്റെ കുഞ്ഞിക്കുട്ടീൻ്റെ നഖം മുറിച്ചു കൊടുക്കട്ടെ. എത്ര പെട്ടെന്നാണ് നഖം വളരുന്നത് അല്ല അസ്ബു? വാവേൻ്റെ നഖം വേഗം വളരുന്നല്ലേ? അസ്ബു നീന്ന് അസ്ബുവിനെ കാണിച്ചേച്ചി. റസ്ക്. നമുക്ക് വാവേനെ കുളിപ്പിച്ചു കൊടുക്കണ്ടേ? എണ്ണ തേച്ച് കൊടുക്കണ്ടേ? നമ്മൾ കുറേ ആയി എണ്ണ തേച്ചിട്ട്. അപ്പോൾ എണ്ണയിൽ തേച്ച് വാവേനെ 2 സുന്ദരക്കുട്ടനും
സുന്ദര കുട്ടപ്പി ആക്കും അല്ലേ? ആഹാ. അതാ ഇപ്പോൾ സ്നാക്സ് കൊണ്ടുവന്നിട്ടാ നോക്കി എന്തെല്ലാം ഉള്ളത് നോക്ക്. എന്തെല്ലോ കൊണ്ടുവന്നിട്ടുണ്ടേ വാപ്പ. ബിസ്ക്കറ്റ് ഉണ്ടോ? ഞാൻ എന്നോട് പറഞ്ഞില്ല ബിസ്ക്കറ്റ് ഉണ്ടെന്ന്. എടുത്ത് കഴിച്ചോ. ആലീനോട് ചായയും കൂടെ വാങ്ങ്. ഉമ്മ വാവേനെ നഖം മുറിക്കട്ടെ കേട്ടോ. ബാക്കി ഞാന് എനിക്ക് മേടിച്ചിരുന്നത് ഞാൻ പറഞ്ഞ എനിക്ക് പല്ലേക്കാൻ കഴിയില്ല. പിന്നെ നേരത്തെ പല്ലേക്കാൻ കഴിയില്ല പറഞ്ഞേ. അത് ഉമ്മച്ചിനോട് ഇഷ്ടായിട്ടല്ലേ ലാസ്ബോ? പിന്നെ ഞാൻ തരുന്ന ബിസ്ക്കറ്റ് എന്തിനാ? സോറി പറഞ്ഞ സോറി. എനിക്ക് തന്നെയോ? അന്നൊരു കിസ് കൊടുത്തേ. അതിന്റെ കള്ളക്കിസ എനിക്കറിയാം. അല്ലല്ല ശരിക്കും ഇല്ല, ഇഷ്ടം കൊണ്ടല്ലേ. സോറി പറ. 10 പ്രാവശ്യം സോറി പറ. 10 സോറി പറഞ്ഞേ. 10 സോറി പറയാൻ പാടില്ല. 11 സോറി കാരണം തരൂല. കളിപ്പിക്കല്ലേ. 10 സോറി പറയണോ? 11 ആയാൽ തരൂല. ഒരു കാര്യം ചെയ്യാം, ഒരു ബിസ്ക്കറ്റിന് വേണ്ടി കുട്ടി കഷ്ടപ്പെടുന്നു. പൊളിച്ചു കൊടുക്കുക. വാവ ഹലോ ഗൈസ് പറയുന്ന. ഹലോ ഗൈസ്. വാവ കരയിക്കണ്ട. അസുബു ഇതൊക്കെ ഇങ്ങോട്ട് നോക്ക്. ഇതോക്ക് അസുബു ഇതോക്ക്. ചായ തട്ടല്ലേ. ഇതെന്നാ എന്ത്? ഡാറി മിൽക്കോ? മിൽക്ക് എന്ന് പറയുമ്പോൾ എസ് അല്ലേ ഇതു? ഓ, കുട്ടിയുടെ ഇത് പഠിച്ചേ. ആലോചിച്ചിട്ട് പറഞ്ഞു. കുട്ടിക്ക് ഭയങ്കര ബുദ്ധിയല്ലേ. ആരേറ്റവും ബുദ്ധിയുള്ള ആള്? ആരാ? ശരിക്കും ആയിരിക്കാ ബുദ്ധി? എന്നാ പിന്നെ ഡയറി മിൽക്ക് ഞാൻ ഒറ്റക്ക് തിന്നോളൂ. ആലിക്ക് വേണോ? ആലിക്ക് വേണോ? അതുകൊണ്ടെന്നാ വാപ്പച്ചി മേടിച്ചു കൊണ്ടുവന്നിട്ട് എന്റെ കൈമ കിട്ടി കേട്ടാ. അത് പക്ഷെ എന്റെ കൈമ കിട്ടി. ആ പക്ഷെ ഇനി ഞാൻ കൊടുക്കൂലട്ടാ. ഇല്ലട്ടാ. അടി കിട്ടും. എനിക്ക് തരൂലെന്ന് പറയാൻ വന്ന. എന്നാ ഓക്കെ, വേറെ മേടിക്കുമ്പോ നമുക്ക് വേണ്ട അല്ലേ അലി? നമുക്ക് ഇത് കഴിക്കേ. ബാപ്പച്ചോളെ പറ്റിക്കുമ്പോ ഞാൻ ഓള് ചമ്മി പോട്ടെ. നമുക്ക് ജിലേബി. അയ്യേ ജിലേബിയാണോ ഡയറി മിൽക്കാണോ നല്ലത്? ബിസ്ക്കറ്റ് അല്ലേ, ഡയറി മിൽക്ക് ഇല്ലല്ലോ. ഡയറി മിൽക്ക് ഞാൻ മേടിച്ചു തരുമല്ലോ. അത് വാപ്പച്ചിനെ പറ്റിക്കും. നിന്നോട് ഒരു പല്ല് കേടാകുന്നുണ്ട് വാങ്ങി തരില്ല. നേരത്തെ കണ്ടിട്ടില്ലേ സ്കൂട്ടിമ്മ കൂട്ടിട്ട് പോവാൻ നോക്കിട്ട് കൂട്ടിയിട്ടില്ലല്ലോ. പറ്റിച്ചിട്ടില്ലേ? പറ്റിച്ചിട്ടാ എനിക്ക് ഇപ്പൊ നേരത്തെ പറ്റിച്ചിട്ടില്ലേ? കളിയാക്കിട്ട് പോയിട്ടില്ലേ? എന്നാലും കളിയാക്കിയിട്ടില്ലേ? ഇതുപോലെ ഇന്നെ കളിയാക്കുക ഇനിയും. അയ്യോ പാവ കുട്ടിക്ക് എത്ര വിഷമമുണ്ട് നോക്കിയോളെ മുഖത്ത് നോക്കിയ. അയ്യോ പാവട്ടാ പാവട്ടാ. അയ്യോ പാവട്ടാ. നമ്മ ഡയറി മിൽക്ക് തരുവേ. നമ്മള് എല്ലാരും കൂട്ടായില്ലേ? ഡണ്ണാണെങ്കിൽ പറ. ഡണ്ണ് പറ. അങ്ങനെ പറയണ്ട. ചോക്ലേറ്റിന്റെ കാര്യത്തിലോള് അങ്ങനെ പറയൂല. വാപ്പച്ചി പറ്റിക്കും. ഇത് മതി നമുക്ക്. നമ്മളെല്ലാരും ടീമല്ലേ? ആ ഓക്കെ, എന്നാ ഡണ്ണ് പറ. ഓക്കെ, ഞാനത് ക്ലീൻ ആക്കൽ എൻ്റെ പണിയാന്ന് കറക്റ്റ് നിൽക്കലേനോ. അതെന്താ കാർബോർഡാ? അല്ല നിങ്ങൾ ക്ലീൻ ആക്കുന്ന കാർബോർഡാ? ആ പ്ലാസ്റ്റിക്കിന്റെ ചാക്കെടുത്ത് പുറത്ത് വെച്ച് ഹരിതകർമ്മസേനന്റെ കല്ലും
എന്നാലും സ്നേഹനിധിയായ ഭർത്താവ് കല്ലുമ്മക്കായി പകുതി വൃത്തിയാക്കിയിട്ട് പകുതി എനിക്ക് വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വെച്ചതാ. ക്ലീൻ ചെയ്യുന്നതെല്ലാം വീഡിയോ എടുക്കണത്. ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുമ്പോൾ ഒരു മിനിറ്റ് 1 2 3 അത് ക്ലീൻ ചെയ്ത് വെച്ചതല്ലല്ലോ അത്. ഇത്രേ ഉള്ളു ഇതിന്റെ ഇത് കളയാനായിട്ട്. ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞു വെച്ചതാ. വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അടിവശത്തുള്ളതും കഴിയതാ. അല്ല വീഡിയോ എടുക്കണമെന്നൊന്നുമില്ല, നിങ്ങൾ വേണേൽ വൃത്തിയാക്കിക്കോ. ഞാനില്ലേ ഓട്സ് അങ്ങനെ ഉണ്ടാക്കട്ടെ, എന്നിട്ട് ചോറ് വെക്കാലേ. കുറച്ച് ലേറ്റായിട്ട് ചോറ് വയ്ക്കാലേ. ആ ചാക്കെടുത്ത് പുറത്ത് വെച്ചേ, ഉള്ളിൽ കഴിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ എന്താ സാധനം ഉള്ളത്? ഡെലിവറി അതൊന്നും കാണിക്കണ്ട. 2 ദിവസം കൊണ്ട് പിന്നെ ഈ ചക്ക ഉപ്പ ആ നഴ്സറിയിലുണ്ടായ ഫസ്റ്റത്തെ ചക്ക പോലും അത് പഴുക്കാൻ വെച്ചിട്ട് ഉപ്പ അഭിപ്രായം പറയാൻ പറ്റുന്നുണ്ടല്ലേ. അത് അഭിപ്രായം പറഞ്ഞു കൊടുക്കണം. നല്ല ചക്കയാവട്ടെ. ഞാൻ ഇഡലിൽ വൃത്തിയാക്കി തന്നു. താങ്ക് യു മോനെ. ഓട്സ് എടി വെച്ചിരുന്നു എനിക്കാ, അതൊന്ന് പുറത്തെടുത്ത് വെക്കുക. ഞാൻ എളുപ്പത്തിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാട്ടാ. ഇത് നേരത്തെ പോലെ തന്നെ കെറ്റിലിനകത്ത് വെള്ളം തിളപ്പിച്ചിട്ട് ഞാൻ അതിനകത്ത് പാലും കൂടി ആക്കിയിട്ട് വെച്ചതാണ്. ഇത് അതുകൊണ്ട് പെട്ടെന്ന് തിളക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്തോട്ടേക്ക് ഓട്സ് ഇട്ടിട്ട് കഴിക്കുന്ന സമയത്ത് കുറച്ച് ഗീ ആക്കും. മധുരം വേണ്ടവർ മധുരം ഇടും. അങ്ങനെ എളുപ്പപ്പണി. നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ മടിയുണ്ടെങ്കിൽ ഇതാണ് എളുപ്പം. പിന്നെ പാലുണ്ടാവാനെല്ലാം നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ടേനും. അപ്പം ഞാൻ വിചാരിച്ചു ഇനി തൊട്ട് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എപ്പോഴും ഇത് തന്നെ ആക്കാമെന്ന്. ഈ ഒരു രീതിക്കാട്ടെ ഉണ്ടാക്കി കുറച്ചൊരു ലൂസായിട്ട് അതാകുമ്പോൾ ഹസ്ബൻഡ് നല്ലപോലെ കുടിച്ചോളും. പിന്നെ ഇത് മീഷോന്ന് വാങ്ങിയ തവിയാട്ട, പുതിയ 3 വരുന്നത്. അടിപൊളിയാണ്. നല്ല നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ഞാൻ ലിങ്ക് ട്രീയിൽ കൊടുത്തിട്ടാട്ടാ. ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് ലിങ്ക് എടുത്തിട്ട് വാങ്ങിച്ചോ. നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ. അപ്പോൾ ഇത് പഞ്ചസാരയും നെയ്യും എല്ലാം ചേർത്ത് നമ്മൾ ഓട്സിലേ, അത് മതിയാ ക്വാണ്ടിറ്റി. ചോറിപ്പാക്കും. പിന്നെ ഇതിപ്പോൾ ഒരു അന്നിനും താൽക്കാലിക ആശ്വാസം അല്ലേ. നല്ല മക്കള് നിലത്തിരുന്നിട്ട് കഴിക്കുന്നു. ഉമ്മനെ നല്ല മക്കളാരാ? അസുബു ഉമ്മനെ നല്ല മക്കളാരാ? അച്ഛൻ ഇങ്ങനെ ഇരുന്നിനി കാല് പുറകോട്ടേക്ക് ഇട്ടിട്ടല്ലേ ചോദിച്ചതാ. എന്നാൽ വേഗം കഴിച്ചിട്ട് എണീറ്റോ. പാത്രം എടുത്ത് നോക്കൂലേ അസുബു? ഗുഡ് ഗേള്, ഗുഡ് ബോയ് എന്ന് പറഞ്ഞു പോയി. സോറി കേട്ടാ. ഈ വീട്ടിലെ പോയി തന്നെ ഓള്. ഒരാൾ കുളിപ്പിച്ചിട്ട് ഇതേ തൊട്ടിൽ കിടത്തി ഉറക്കി. മറ്റേ ആൾ റൂമിൽ തന്നെ എടുത്ത് മറ്റേ ആളെയും കൂടെ കാണിച്ച. മറ്റേ ആൾ ഇവിടെയും കിടക്കുന്നുണ്ട്. രണ്ടാളെ ഒരുമിച്ച് കിടത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. പെട്ടെന്ന് ഒരാളെ കരച്ചിലായിട്ട് മറ്റേ ആളെ എണീക്കും. അതുകൊണ്ട് രണ്ടാൾ 2 സൈഡ് കിടത്തും. ആസി കോവക്ക വറവ് ഉണ്ടാക്കാൻ പോവുകയാണ് അല്ലേ? അങ്ങനെ ഇന്ന് ആസിയുടെ സ്പെഷ്യൽ കോവക്ക വറവ്. കോവക്ക വറവ് എന്നും പറയും, നമ്മുടെ നാട്ടിൽ വറവ് എന്നും പറയും, തോരനും പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാറ് അല്ലേ? 9 മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ ആസി കിച്ചൺ ഡ്യൂട്ടി ഏറ്റെടുക്കാന്നാ പറഞ്ഞത്. ഓ കാണാം. എന്നെ കൊണ്ടൊന്നും ആവൂല. പിന്നെ ബാക്കിയുള്ള സാധനങ്ങൾ ഞാൻ ആക്കണം. നമുക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വീഡിയോ എടുക്കാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ നിർത്തി. കാരണം വെച്ചാൽ ഓരോരുത്തരെ ഉറക്കിയിട്ട് വരുമ്പോഴത്തേക്ക് അടുത്തയാൾ എണീക്കുക. ഇപ്പം റമിക്കാൻ ടൈമിലുണ്ട് മോന് ഉറങ്ങാൻ വേണ്ടിട്ട് കയ്യിൽ പിടിച്ച് നിന്നതാണ്. നോക്കുമ്പോ ഉറങ്ങുന്നില്ല. എന്നെ ഇങ്ങനെ കണ്ണു തുറന്ന് നോക്കുകയാണ്. ഉറക്കിയിട്ട് റമിക്ക് അടുക്കളയിൽ എത്തുമ്പോഴത്തേക്ക് മോനെ എഴുന്നേറ്റ് അറിയാൻ തുടങ്ങി. അതുകൊണ്ട് വീഡിയോ എല്ലാം മുഴുവനായിട്ട് എടുക്കാണ്ട് പെട്ടെന്ന് പണി തീർക്കാന്ന് വെച്ചു. അവർ സമാധാനത്തിൽ എത്തുമ്പോൾ ഇനി എന്തെല്ലോ പരിപാടി ബാക്കിയുണ്ട്. കല്ലുമ്മക്കായി ക്ലീൻ ചെയ്യാനുണ്ട്, വീടൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അല്ലേ? ക്ലീൻ ഇപ്പോൾ ഒരു ദിവസം കൊണ്ടൊന്നും തീരൂല. ഒന്നും വേറെ ഒന്നുമല്ല, കുറെ കുട്ടികളെ തുണിയും കാര്യങ്ങളെല്ലാം എല്ലാം അങ്ങ് വലിച്ചു വാരി ഇട്ടിട്ടാണ് ഉള്ളത്. അതിനൊന്ന് റെഡിയാക്കി എടുത്തോക്കണം. വെക്കേഷൻ എല്ലാം ആകുമ്പോഴത്തേക്ക് പിന്നെ എന്താ പറയുക
എവിടെയെങ്കിലും ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ വീട് ഇങ്ങനെ ആക്കിയിട്ട് പോകുന്ന മോശമല്ല. അതുകൊണ്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് പോകണം. നമ്മൾ ചെറിയ പരിപാടിയൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇൻഷാല്ലാ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ വീടൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം. ചെറിയൊരു ട്രിപ്പാണ്, വലിയ ട്രിപ്പൊന്നും അല്ല അല്ലേ? ഇൻഷാല്ലാ നോക്കട്ടെ. അങ്ങനെ ആസി കുറേ കാലമായിട്ട് ആഗ്രഹിച്ച കുറച്ച് സ്ഥലങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിലേക്കെല്ലാം പോകണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം 4 ആൾക്കാരെയും കൊണ്ട് ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്ത് ട്രാവലിംഗ് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. എന്നാലും ഒന്ന് നമ്മൾ പോയി നോക്കാന്ന് വെച്ചല്ലേ. ഉള്ളി ഇടും, പിന്നെ പച്ചമുളക്, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബാക്കിയെല്ലാം നമുക്ക് പിന്നെ കറിവേപ്പില, കടുക് പൊട്ടിക്കണ്ട. ഓ അപ്പം ഞാൻ കോവക്ക വറവ് ഉണ്ടാക്കണം എന്നാണ് ഇവള് പറയുന്നത്. ഇതാ കണ്ടാ അവിടെ കുഞ്ഞിക്കാല്. ഇല്ല, അതാ കണ്ണും തുറന്ന് നിൽക്കുകയാണ്. ഓയ് ഉറങ്ങടോ, ഇനി ഉറങ്ങിയിട്ട് വേണം ബാക്കിയുള്ള പരിപാടിയെല്ലാം തീർക്കാൻ. ഉമ്മച്ചിയുടെ കല്ലുമ്മക്കായ വൃത്തിയാക്കി പകുതി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാനത് എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കണം എനിക്ക്. അപ്പോൾ നമുക്ക് കൂടെ ഓക്കെ. എന്താണ് എൻ്റെ കയ്യിലല്ല റമീസ്ഖാൻ്റെ കയ്യിലല്ലോ ആളിങ്ങനെ മാറി മാറി വരുന്നുണ്ട്. നമ്മൾ ഭക്ഷണമെല്ലാം അയലിറങ്ങിക്കാം. പിന്നെ കഴിക്കാൻ പോന്ന അതിൻ്റെ ഇടയിൽ നമ്മൾ വീഡിയോ ഒന്ന് കട്ടാക്കി. എന്ത് തൈരാ അങ്ങനെ. പിന്നെ റമിക്ക അതിൻ്റെ ഇടയ്ക്ക് അത് മൊത്തം ക്ലീൻ ആക്കുന്നുണ്ട്. അതിന് ഭക്ഷണം കഴിച്ചിട്ട് ക്ലീൻ ആക്കും അല്ലേ. നമ്മളെ ഇന്നത്തെ സ്പെഷ്യൽ കാണിച്ച് അവിടെ തൈര് മറിഞ്ഞാ ആ സാധനം എടുത്ത് മാറ്റി. പിന്നെ ഒരുപാട് സാധനം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. പക്ഷെ ഇത് ഉള്ളതെല്ലാം വെച്ചിട്ട് നമുക്ക് ഒരുപാട് ഐറ്റം ഉള്ള പോലെ ഉണ്ടല്ലേ. ഒരുപാട് ഐറ്റം ഉണ്ടല്ലോ. ഇത് ഞാൻ ഉണ്ടാക്കിയത് ഇത് ഞാൻ ഉണ്ടാക്കിയത് അല്ല, ഞാൻ ഉണ്ടാക്കിയതാ. അത് കഴിയുമ്പോൾ ഉണ്ടാക്കിയത് റെങ്കാരമ്മ. ഇത് ഞാൻ ഉണ്ടാക്കിയ ചമ്മന്തിപ്പൊടി. ഇതും ഞാൻ ഉണ്ടാക്കിയ കോവക്ക. അപ്പം ഞാനാരാട്ടാ. ഇത് ഉമ്മാൻ്റെ തൈര്. ഇത് കാണിക്ക് നമ്മളെ പരിപ്പറി. കുക്കറിൻ്റെ ആ സാധനം പോയിട്ടൊരു എന്തിനും റമിക്ക ചെയ്തതാ. പിന്നെ കച്ചറൊന്നും കൊടുങ്ങില്ല എനിക്കാ. ഇല്ല, അത് അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കിയാൽ മതി. പരിപ്പറിയും ഞാൻ ഉണ്ടാക്കിയത്. റമിക്കക്ക് ഒരു എത്ര മാസമായി ഇപ്പോൾ കിച്ചണിൽ ഒറ്റയാൾ പോരാട്ടം? ഇതൊരു 11 മാസത്തിന് അടുപ്പിച്ചിട്ടായില്ലേ? അയ്യടാ, കുറച്ച് ഓവർ ആക്കണ്ട. എത്ര മാസം ആയിരുന്നു ഞാൻ ആനേനു. പിന്നെ ഒരു 8-9 മാസമായി അല്ലേ ഒറ്റയാൾ പോരാട്ടം. 9 മാസമായ നമ്മൾ എൻ്റെ ഡെലിവറി നേരത്തേന് ഓർമ്മയില്ല. പിന്നെ അതുകൊണ്ടാണ് ഇങ്ങനെ റെങ്കിയാക്ക് വീട്ടിലെ ജോലിയും അക്ഷയയിലെ കാര്യവും അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ക്ലീനിങ്ങും എല്ലാം കൂടെ ഒന്നിച്ച് നടക്കാത്തുണ്ടല്ലേ. ഇനിയിപ്പോ ഇനിയും അങ്ങോട്ടേക്കുള്ള ഡ്യൂട്ടി ക്ലീനിങ് എല്ലാം റെമിക്ക ചെയ്യും പോലും ഇല്ലേ. പോലും ചെയ്യുന്ന പറഞ്ഞിട്ടില്ല പോലും റെമിക്ക പറയും. അപ്പൊ ഞാൻ ഫുഡ് ഉണ്ടാക്കും. അപ്പൊ ഓക്കെ അല്ലേ. ടോയ്സാ ഹസ്ബൻഡ് ഒളിപ്പിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാ. അസുബുവേ വൈകുന്നേരത്തെ പരിപാടി അതിന് കാണിക്ക്. ഞാൻ നേരത്തെ ഒന്ന് ജസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിടിച്ച് കിട്ടി അടിപൊളിയായിരിക്കും അല്ലേ. ആ ശരി, ഒരു തണലാവും അല്ലേ. പറയാൻ പറ്റില്ല, ചിലപ്പം പെട്ടെന്നാവും. ഒരുപാട് വലിപ്പമായിനല്ലോ അത്. ഒരുപാട് വലിപ്പമായിനല്ലോ. ഇതിനകത്ത് 10 മണിയെല്ലാം ഉണ്ട്, അതെല്ലാം എടുത്തിട്ട് കുഴിച്ചിടണം. മഴ പെയ്യുവാണെങ്കിൽ നല്ലപോലെ പിടിച്ചിട്ടു. എന്ത് വേണ്ടാത്തൊന്നുമില്ല.
മലയോര മേഖലയിലേക്ക് നമ്മുടെ മലകളല്ലേ, നല്ല രസമായിരിക്കും അവിടെ മറ്റേ കോടയെല്ലാം വന്നു കഴിഞ്ഞാൽ. എത്ര ദൂരത്താന്ന് നോക്കിയിട്ടാ നമ്മൾ, ഇത്രയും ദൂരത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അസുബോ ടി വി ആണെന്നാ, ഇങ്ങോട്ട് ഇന്നെ നോക്കട്ടെ, ഇങ്ങോട്ട് വാ. എന്ത് വിശേഷം? കുളിച്ച് സുന്ദരിയായി നോക്കട്ടെ നോക്കട്ടെ. അങ്ങനെ നമ്മൾ വൈകുന്നേരമായി ചായ കുടിക്കാൻ പോകുന്നല്ലേ? അതിപ്പോൾ ചായ കുടിക്കാൻ പോകുന്നല്ലേ? വാവ ഒങ്ങുന്നുണ്ടാ? വാവേനെ നാട്ടി കൊടുത്തേ. ആരാത്? എന്താ ആരാ? മോളാ മോനാ? അയ്യേ ചമ്മി, അത് മോളാ. നാളെ വൈകുന്നേരത്ത് ചായ കുടിക്കേണ്ട സമയമാണ്. രാത്രിയായി, പക്ഷെ ഇപ്പോഴാണ് വൈകുന്നേരത്ത് ചായ കുടിക്കുന്നത്. കാരണം ഇന്ന് എല്ലാം ലേറ്റ് ആയിട്ടാണല്ലോ, അപ്പോൾ ചായ ലേറ്റ് ആയിട്ട് പോകും. അരി വഴിക്ക് എനിക്ക് കുട്ടികളെ നോക്കുക തന്നെ പണിതാ. ഇങ്ങനെ ഒരാളിവിടെ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. കരയുണ്ട്. ഉമ്മച്ചി കല്ലുമ്മക്കായ ചുട്ടരുവേ. എന്ത്? ഞാൻ നല്ല പാട്ടാന്നല്ലോ പാടുന്നത് അല്ലേ? പിന്നെ അപ്പങ്ങളെമ്പാടും ചുട്ടമ്മായി, മരുമോനെ വീട്ടിൽ വിളിച്ചമ്മായി, അപ്പാടെ അപ്പങ്ങൾ ഓരോ തരം അരയിൽ ചുമന്ന് വരുന്നമ്മായി. ഞാൻ എൻ്റെ ചെക്കന് വേണ്ടി പാടിക്കൊടുക്കില്ലേ? കല്ലുമ്മക്കായി. നമ്മൾ അസൂബിയിലെ ഫോട്ടോ ഇല്ലേ, അത് കാണിച്ചെടുത്ത. ഇത് നമ്മൾ അസൂബി കേട്ടാ. മാവ കരയുന്നുണ്ട്. അപ്പം ഇവള് ഇവിടുന്ന് ചുടട്ടെ. അപ്പം ഞാൻ അവിടെ അപ്പുറത്തോട്ട് പോയിട്ട് വരാം. അപ്പം ഇതേ ഞാൻ കല്ലുമ്മക്കായി നിറക്കാൻ വേണ്ടി പോവാണ്. രാത്രിക്കൊക്കെ ഫുഡാട്ടെ ഇത്. പിന്നെ ഏകദേശം ഞാൻ എങ്ങനെയൊക്കെ ഒപ്പിച്ചിട്ട് ഇത് വൈകുന്നേരം വരെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ടില്ല. കാരണം വെച്ചാൽ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് അവർക്ക് പൊതുവെ ഉറക്കം കുറവാണ്. രണ്ടുപേർക്കും ഉറക്കം കുറവാണ്, പകലും രാത്രിയൊക്കെ. അപ്പോൾ ഇന്ന് ആച്ചി, റവിക്ക എല്ലാവരും ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ഇന്ന് തൊട്ടിലിട്ട് കഴിഞ്ഞാൽ അസുബോ ആയാലും അവരിങ്ങനെ ഉറക്ക് തെളിയുന്ന സമയത്ത് നോക്കിക്കോളും, ആട്ടിക്കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഉറക്കിക്കോളും. അപ്പോൾ ഇപ്പോൾ അതുകൊണ്ട് മാത്രം എനിക്ക് ഇത്രയും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഞാൻ വീഡിയോ കൊണ്ട് വരാത്തതുകൊണ്ട് നിങ്ങൾ പരാതി വരുമോ എന്ന് വിചാരിക്കരുത്. ഇൻഷാല്ലാ ഞാൻ ഇനി അങ്ങോട്ടേക്ക് ഡെയിലി വ്ളോഗ്സൊക്കെ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വിചാരിക്കും. പിന്നെ നമ്മളെ എന്താ പറയുക, പ്രഗ്നൻസി സ്റ്റോറി, ഡെലിവറി സ്റ്റോറിയൊക്കെ ചോദിച്ചിട്ട് എനിക്കതും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇൻഷാല്ലാ അതും ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം. കുറച്ച് കഴിയട്ടെ വിചാരിച്ചിട്ട് നിന്നതായിരുന്നു. ഒന്ന് കുട്ടികളൊക്കെ ഒന്ന് സെറ്റ് ആവട്ടെ എന്ന് കരുതിയിട്ട്. പിന്നെ ഇപ്പോൾ കുഴപ്പമില്ല. പിന്നെ ഉമ്മൻ്റെ വീട്ടിലോട്ടേക്ക് പോയി. അപ്പം പിന്നെ നമ്മൾ 4 പേര് പഴയതുപോലെയായി. അതുകൊണ്ടൊക്കെ ഞാൻ കിച്ചണിലോട്ടേക്ക് ഇറങ്ങി. വലിയ പണിയൊന്നും എടുക്കുന്നില്ല കേട്ടോ. ഇതുപോലെ കുഞ്ഞ് ഫുഡ് ഉണ്ടാക്കുക അങ്ങനത്തെയൊക്കെ. കാരണം വെച്ചാൽ എനിക്ക് ഇങ്ങനെ ഉറക്ക് കുറവുണ്ട്. പിന്നെ ഈ റൂമിൽ തന്നെ ഇരിക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് മക്കളുണ്ടെങ്കിലും എനിക്കിങ്ങനെ ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊരു ഡിപ്രഷനിലൊക്കെ പോകുന്ന പോലെ ഒരു തോന്നൽ. അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ചെയ്ത് എൻഗേജ് ആയിക്കഴിഞ്ഞാൽ അത്ര പ്രശ്നമില്ലല്ലോ. അതുകൊണ്ടാണ് കിച്ചണിലോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങിയത്. എനിക്കിഷ്ടമാണ് കുക്ക് ചെയ്തിട്ട് എനിക്ക് മക്കൾക്കായാലും റമിക്കായാലും കൊടുക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കാനൊക്കെ എനിക്കിങ്ങനെ പറയുന്നത് എന്തിനാ ഇങ്ങനെ ഇപ്പോഴേ ചെയ്യുന്നതെന്നല്ല. പക്ഷെ ഓവറൊന്നും ചെയ്യുന്നില്ല. മിക്കതും റമിക്ക കൂടെ തന്നെ ഉണ്ടാവും. വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടാണ് പോകുന്നത്. ഇൻഷാല്ലാ എല്ലാവരും ഇങ്ങനെ പറയുന്നതും കേട്ടിട്ടുണ്ട്. റെസ്റ്റ് എടുക്കണേന്നല്ല, റെസ്റ്റ് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വ്ളോഗ് എൻഡ് ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എല്ലാവരെയും ഉൾപ്പെടുത്തിയിട്ട് വീഡിയോ എൻഡ് ചെയ്യാം. ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ ആയിരിക്കും എൻഡ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ കുറേ പേര് നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട് കേട്ടോ. നല്ല വ്യൂസ് ഉണ്ട്. പക്ഷേ അതിനകത്ത് മിക്ക ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെന്നുള്ളത് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റുമേ. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഞങ്ങളുടെ വ്ളോഗ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എന്താ പറയുക,
ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്കും കൂടി ചെയ്തേക്കണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻ്റായിട്ടും കൂടി ഇട്ടോളൂ. കുട്ടികളുടെ വിശേഷങ്ങൾ, കുട്ടികളുടെ ഫേസ് കാണിക്കാൻ റിവീൽ ചെയ്യാത്തതെന്ന് വെച്ചാൽ അവർ പ്രീമെച്ചേർഡ് ആയതുകൊണ്ടാണ്. അവരിപ്പോൾ ഓക്കെ വരുന്നുണ്ട്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മുടെ നാട്ടിലെ കല്ലുമ്മക്കായ നല്ല ഇറച്ചിയുണ്ട് കേട്ടോ. കല്ലുമ്മക്കായ നിറച്ചിട്ട് ഇത് പൊരിക്കാണ്ട് ഹസ്ബൻഡിന് കൊടുക്കും. ആച്ചിയും നമ്മളെല്ലാവരും പൊരിച്ചിട്ടിങ്ങനെ മുളകൊക്കെ ആക്കി പൊരിക്കൂലേ, അങ്ങനെ കഴിക്കാം. ഞാൻ ഇതൊന്ന് പെട്ടെന്ന് നിറച്ചിട്ട് ആ പണികളൊക്കെ ഒന്ന് തീർക്കട്ടെ. നമുക്കൊരു കാര്യം കാണിച്ചു തരട്ടാ. ഇത് നമ്മൾ സാധാരണ എന്താ രാവിലെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇഡ്ഡലി ചെമ്പിലല്ലേ ഉണ്ടാക്കുക. ഇത് ഈ ഒരു പാത്രം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനകത്ത് ഉണ്ടാക്കുക. എൻ്റെ പണി ഭയങ്കരമായിട്ട് എളുപ്പത്തിലാക്കി തീർക്കുന്ന ഒരു പാത്രമാണ് ഇത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടും അറിയില്ല. പിന്നെ ഇതിന് വരുന്ന വെച്ചത് ഇതുപോലെ ഒരു 3 തട്ടാട്ടോ ഞാൻ ഇത് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒന്നിച്ചിട്ട് നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി ഇതിനകത്തോട്ടേക്ക് വെക്കാൻ വേണ്ടി പറ്റും. എന്നിട്ട് ഈ ഒരു ഗ്യാപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇത് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. ഇങ്ങനെയാണ് ഇത് വരുന്നത്. ഇത് മുമ്പ് കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ വീട്ടിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ടോ? ഞാൻ ആദ്യമായിട്ട് എനിക്ക് ആ ഹൗസ് വാമിന് കിട്ടിയപ്പെട്ട കാണുന്നത്. അതിന് ശേഷം വേറെ എവിടെയും കണ്ടിട്ടുമില്ല ഇത്. എല്ലാവരും ഒന്നിച്ചിട്ടുള്ള ഒരു എൻഡ് എടുക്കാനൊന്നും കുഞ്ഞുമണികൾ സമ്മതിക്കുന്നില്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു കുഞ്ഞു ഡേ ഫുള്ളായിട്ടൊന്നും ഇല്ല, ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.